മാഷാ ഫോൺ അടിപൊളിയാണ് കേട്ടോ. റേറ്റ് പഠിച്ചോനെ 23,000 ഫോൺ. ഹലോ അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും റാസ്മിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ രണ്ടുപേരെ കുറച്ച് ബുദ്ധിമുട്ടി റിസ്ക് എടുത്തുന്ന വീഡിയോന് മുന്നിൽ കൊണ്ടുവരണം. ഒന്നും ചോദിക്കാതിനൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒന്നും ചോദിക്കുന്നില്ല. എന്നാൽ ആദ്യം അവരെ കുറിച്ചൊന്ന് പറയാം. എൻ്റെ അനിയന്മാരാണ്. അവർ അങ്കലവാടി മുതൽ ഡിഗ്രി ഇപ്പോൾ ഫൈനൽ വരെ ഒരുമിച്ചാണ് അവർ പഠിച്ചിട്ടുള്ളത്. അവർ ഇതുവരെ ഒരു ബെഞ്ചിൽ നിന്ന് ഒരു ബെഞ്ചോടെ ഒന്നും മാറിക്കൊണ്ട് ഇരുന്നിട്ടില്ല. അവർ ട്വിൻസ് ആയതുകൊണ്ട്. പിന്നെ അവർക്ക് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് +1 അഡ്മിഷൻ വന്നപ്പോഴും അവർക്ക് രണ്ടുപേർക്കും ഒരിടത്ത് തന്നെ വേണമെന്നൊക്കെ പറഞ്ഞ് ബുദ്ധിമുട്ടി. പക്ഷേ അലോട്ട്മെന്റിലൊക്കെ മാഷാഅല്ലാഹ് അവർക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് തന്നെ കിട്ടി. ഇപ്പോൾ ഡിഗ്രിക്ക് ആയപ്പോൾ അവർക്ക് രണ്ടുപേർക്കും 2 കോളേജിലാണ് അഡ്മിഷൻ കിട്ടിയിരുന്നത്. ഒരാൾക്ക് മമ്പാടും കിട്ടിയിരുന്നു, ഒരാൾക്ക് കല്ലടി കോളേജിലാണ് കിട്ടിയിരുന്നത്. പക്ഷേ അവർക്ക് എന്തായാലും അവർ പോവില്ല. രണ്ടുപേരും ഇതുവരെ പിരിഞ്ഞിരുന്നിട്ടില്ല. അപ്പോൾ അതിന് ഞങ്ങൾ എല്ലാവരും രണ്ടുപേരും ഇങ്ങനെ ഭയങ്കര സങ്കടത്തിലായിരുന്നു. ഇപ്പോൾ പിന്നെ രണ്ടുപേരും അവിടെ ഒന്നും ചേർക്കാതെ ഇപ്പോൾ മാനേജ്മെൻറ്റ് കോട്ടയിലായിട്ട് സെൻറ്റ് മേരീസിലാണ് പഠിക്കുന്നത്. പിന്നെ പൈസ കൊടുത്ത് പഠിക്കുകയാണ്. അപ്പോൾ അവർ അത്രയും തിക്ക് ഫ്രണ്ട്സ് ആൻഡ് ബ്രദേഴ്സാണ്. അപ്പോൾ അവരിപ്പോഴും ഒരുമിച്ചാണ്. അവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വീഡിയോസിലൊന്നും എനിക്ക് നിർത്താൻ പറ്റില്ല. അത്രയധികം എനിക്ക് വാക്കുകൾ എങ്ങനെയൊക്കെയാണ് അവരെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് എനിക്ക് അറിയില്ല. അപ്പം നമുക്ക് അവരൊന്ന് ചെറുതായിട്ടൊന്ന് കണ്ടു നോക്കാം. അവരൊന്നും പറയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരൊന്നും പറയില്ല, ഞങ്ങളൊന്നും ചോദിക്കാതെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒന്ന് കാണാം നമുക്ക് അവരെ. അപ്പൊ എന്റെ അനിയന്മാരെ പരിചയപ്പെടാം. ഇതാണ് എന്റെ അനിയന്മാര്. കാഴ്ചയിൽ എന്റെ ചേട്ടന്മാരാണെങ്കിലും ഇത് എന്റെ അനിയന്മാരാണ്. രണ്ടെണ്ണം ട്വിൻസാണ്. ആക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത് 8 മിനിറ്റ് കൊണ്ട് വലിയ ആളാണ്. ഇവനെങ്കാട്ടിലും വലിയ ആളാണ്. മുഹമ്മദ് അൻഷാദാണ്. ഇത് മുഹമ്മദ് അൻഷീദ് 8 മിനിറ്റ് കൊണ്ട് കുറച്ച് ചെറുതാണ്. അതുകൊണ്ട് വലുത് ചെറുതെന്നുള്ള ഡിഫറൻസ് 8 മിനിറ്റ് ആണ് അവർ തമ്മിലുള്ളത്. പിന്നെ കാഴ്ചയിലൊക്കെ ഞങ്ങൾക്ക് രണ്ടുപേരും ഒരേപോലെ തന്നെയാണ്. ഇതിപ്പോ ഈ ഡ്രസ്സിങ് ഇപ്പൊ ഒരു +2 ആയിട്ടാണ് ഈ ഡ്രസ്സിങ് രണ്ടാളും ചേഞ്ച് ചെയ്യാൻ തുടങ്ങിയിട്ട്. മറ്റേ ഇതുവരെ രണ്ടാളും ഒരുപോലെ ഡ്രസ്സ് ഇട്ടിരുന്നത്. ഇപ്പൊ പിന്നെ ഫ്രണ്ട്സൊക്കെ കളിയാക്കിയിട്ടാ തോന്നുന്നു ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓരോടൊന്നും ചോദിക്കരുതെന്ന് പറഞ്ഞിട്ട് അതാണ് ഉണ്ടാതിരിക്കുന്നത്. ഒന്നും ചോദിക്കരുതേ, ഓലെ പിടിച്ച് വലിച്ചിരുത്തിക്കാണ് ഞാൻ. ഓലെ ഒന്നും ചോദിക്കരുതേ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പൊ എന്താ, പിന്നെ ഓല് BCom ആണ്. BCom ഫൈനലാണ്. പിന്നെന്താ ഇങ്ങോട്ട് ചോദിക്കാന്. ഓല് ഇന്ന് അടിപൊളി ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പൊ ക്ലാസ് ഒക്കെ ആയതുകൊണ്ട് മറ്റേത് അവർക്ക് ഒരു വണ്ടി ഒരു ഫോൺ ലെവലിൽ പോലെ അങ്ങനെ പോവുമായിരുന്നു. ഇപ്പൊ ക്ലാസ് ഒക്കെ ഉണ്ടായതുകൊണ്ട് മീറ്റിലും അതിൽ ഒക്കെ ക്ലാസ് ഉണ്ടായതുകൊണ്ട് രണ്ടുപേർക്കും ഈ പ്രസന്റ് ഒക്കെ ഒരു കള്ളത്തരം കാട്ടുമോ എന്ന് വിചാരിച്ചിട്ട് പ്രസന്റ് പറയാൻ രണ്ടുപേർക്ക് 2 ഫോണെന്ന് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ ഒരു ഫോൺ 2 ഫോണിലേക്ക് ഇനി മാറുകയാണ്. ഒരു ഒറ്റയാക്കുകൊണ്ട് ഒരു ഫോണ് ഒരു വണ്ടി എല്ലാം ഒന്നായിരുന്നു. ഇപ്പോൾ ഒരു ചെറിയ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ അൺബോക്സിംഗ് കൂടെ ഇതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഈ പുതിയ ഫോൺ വെച്ച് ഞങ്ങൾ ആരെടുക്കും നിങ്ങള്? രണ്ടുപേരല്ല, ഒരാൾക്ക്. അപ്പൊ ടീച്ചർ പറഞ്ഞിട്ടില്ലേ ഒരാൾക്ക് പിന്നെ പുതിയ വേറെ ഫോൺ അങ്ങനെ പറഞ്ഞില്ലേ? അപ്പൊ ആരെടുക്കും? ജസ്റ്റ് സൗണ്ട് ഒന്ന് കേട്ടോട്ടെ. ഓലി കാണുന്ന പൂച്ചാളെന്നല്ല, ഭയങ്കര ഭീകരന്മാരാണ്. പിന്നെ ഒന്നുമില്ല, അവരുടെ ഒരു പോസിറ്റീവ്. എന്നോടും അനിയത്തിനോടൊക്കെ കച്ചറൂടിയല്ല. അവർ രണ്ടേലും കട്ടക്ക് സപ്പോർട്ടാണ്. മാഷാഅല്ലാ. അത് മരണം വരെ അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. ഞങ്ങളൊക്കെ സപ്പോർട്ടാണ് പോലെ. എൻ്റെ ഒരു എന്താ പറയാ, നിങ്ങളൊക്കെ ഹസ്ബൻഡൊക്കെ ഇടക്കിടക്ക് ഞാൻ കളിയാക്കി പറയലുണ്ട്. ഓലുണ്ട് എന്റെ പുറകെ എന്ന് പറഞ്ഞ് ഞാൻ അഭിമാനത്തോടെ പറയുന്നതാണ്. പിന്നെ ഞാൻ ഇരിക്കുന്നത് കൊണ്ടാണ് ഓലി ചെറുത്. ഞാൻ തന്നെ ഓലി പിടിച്ചിരുത്തിയതാണ്. ഞാൻ ഓലടിയിൽ നിന്നാലും ഞാൻ എന്താ പറയാ, കരിമ്പന ചോട്ടത്തില് കാരാമനെ കൊണ്ടു. അതുകൊണ്ടാണ് ബമ്പർ സൈസാണ്. ഞാനാണെങ്കിലോ സൈസ് കുറച്ച് കുറവാണ്. പിന്നെ അനിയത്തിയുടെ അവിടെ ഉണ്ട്, പക്ഷെ അവള് ഭയങ്കര ജാട വരാണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ എന്തെങ്കിലും പ്രാങ്ക് വീഡിയോകൾ കൊണ്ടുവരാം. പിന്നെ അനിയത്തിന്റെ പേരാന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അനിയത്തിന്റെ പേര് ഷംസീറ എന്നാണ്. അന്ന് ഞാൻ പറയാൻ മറന്നതാണ്. പിന്നെ ഉപ്പാനും ഉമ്മാനൊക്കെ അടുത്ത വീഡിയോകളിലൊക്കെ ആയിട്ട് കൊണ്ടുവരാം. അപ്പൊ നമുക്കൊരു ഫോൺ അൺബോക്സിംഗ് ഉണ്ട്, അത് നമുക്ക് കണ്ടുപോകാം.
മാഷാ ഫോൺ അടിപൊളിയാണ് കേട്ടോ. റേറ്റ് പഠിച്ചോന് 23,000 ഫോണോ ഈ ഡിഗ്രിക്ക് പഠിക്കണ നിങ്ങൾക്കോ? എനിക്കൊക്കെ നോക്കിയന്റെ 120 അതന്നെ കിട്ടാൻ പോലെ ഉണ്ടായില്ല. ഇമ്മാന്റെ ഇതൊക്കെ കാണാതെ ഒക്കെ ഒന്ന് ഫോൺ ചെയ്യാൻ എന്തിനേലും ഒക്കെ അങ്ങനെ എടുക്കേണ്ടിയിരുന്നു. ഉമ്മ എന്നാ തന്നെ ഫോൺ തന്നിരുന്നില്ല. നിങ്ങൾക്കൊക്കെ ആയപ്പോ ഇങ്ങനെയല്ലേ? ഇതൊന്നും നടക്കൂല കേട്ടോ. ഇതൊക്കെ എന്തായാലും കാലത്തിന്റെ ഒരു മാറ്റം. തുറന്നോക്കാം അല്ലേ? ഞാൻ ഐശ്വര്യമായിട്ട് നിങ്ങൾ തുറന്നോളി. സ്വന്തമായിട്ട് അധ്വാനിച്ച് വാങ്ങിച്ച ആദ്യത്തെ ഫോണാണ്. എന്താല്ലേ എനിക്കൊക്കെ ഈ കാലത്തൊക്കെ ഡിഗ്രിക്കൊക്കെ പഠിച്ചാ മതി. വാ അടിപൊളി അടിപൊളി ലുക്കല്ലേ. ഇത് എന്റെ അടുത്ത് തന്നാ ഞാൻ 2 ദിവസം കൊണ്ട് ഇത് ശരിയാക്കി തരാം. ഞാനൊന്ന് നോക്കട്ടെ. കാഴ്ചയിലൊക്കെ കൊണ്ടുപോട്ടെ. 2 ദിവസം കഴിഞ്ഞ് കൊടുന്നേരാം.